തിരുവനന്തപുരത്ത് പൈപ്പ് ലൈൻ വഴി പാചകവാതകം വിതരണം ചെയ്യുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്ക് വട്ടിയൂർക്കാവിൽ തുടക്കമായി. 120 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുക. നിലവിലെ പാചകവാതക സിലിണ്ടറുകളിൽ നിന്ന് സിറ്റി ഗ്യാസ് പദ്ധതിയിലേക്ക് മാറുമ്പോൾ 10% മുതൽ 20% വരെ സാമ്പത്തിക ലാഭം ഗുണഭോക്താക്കൾക്കുണ്ടാകും. കണക്ഷന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന മീറ്റർ റീഡിംഗിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഗ്യാസിന് പണം നൽകിയാൽ മതി. ഒരു യൂണിറ്റിന് 50 രൂപ നിരക്കിലാകും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുക. AG&P പ്രഥം കമ്പനിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 3 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ 10 വാർഡുകളാണുള്ളത്. കമ്പനിയുടെ കൊച്ചുവേളി പ്ലാന്റിൽ നിന്നാണ് പാചകവാതകം എത്തിക്കുന്നത്. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പോകുന്ന ജനങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്യാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ വിശാല താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ടും നമുക്കിതിന്റെ മലിനീകരണ തോത് കുറയ്ക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ വീടുകളിലെ സിലിണ്ടറുകളുടെ ആ സ്ഥല സൗകര്യം ലാഭിക്കാൻ വേണ്ടി കഴിയും. ചെലവ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും. പാചകവാതക സിലിണ്ടറുകളെ അപേക്ഷിച്ച് പൈപ്പ് ലൈനുകളിൽ ഗ്യാസിന്റെ മർദ്ദം വളരെ കുറഞ്ഞ അളവിലാണുള്ളത്. ഇത് അപകട സാധ്യത കുറയ്ക്കും. ചടങ്ങിൽ വാർഡ് കൗൺസിലർമാർ, ട്രിഡ ചെയർമാൻ KC വിക്രമൻ, AG&P പ്രഥം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ചിരദീപ് ദത്ത എന്നിവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.